ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നുകേട്ട പേര് മൊസാദാണ്. മൊസാദിന് ഇറാൻ്റെ മുക്കും മൂലയും അറിയാമെന്ന രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് ആക്രമണത്തിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇപ്പോൾ അതുകൊണ്ടാണോ ഇറാനിലെ പൗരന്മാരെ മുഴുവൻ അവിടുത്തെ മതഭരണകൂടം ഈ വേട്ടയാടുന്നത്? പലരെയും ഇപ്പോൾ തൂക്കിലേറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ സത്യത്തിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. കാരണം ആരാണ് ഇസ്രയേലിന് വേണ്ടി, മൊസാദിന് വേണ്ടി ചാരപ്പണി ചെയ്യുന്ന ഇറാൻ പൗരൻ ആരാണ് എന്നതാണ് അവരെ ആശങ്കപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഈ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്ന ഒരു സേനാ വിഭാഗം ഇറാനുണ്ട്. അതിൻ്റെ സൈനിക മേധാവിമാർ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ 1 ഡസനിലധികമാണ് ഈ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അവർ എവിടെ ഒളിച്ചിരിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മൊസാദ് ഇസ്രയേൽ സൈന്യത്തിന് വിവരങ്ങൾ കൈമാറുകയും സൈന്യം ആ പ്രദേശം ആക്രമിക്കുകയും അവരെ വധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 14 ആണവ ശാസ്ത്രജ്ഞർ വളരെ രഹസ്യമായിട്ട്, ഇപ്പം നമുക്ക് തന്നെ ഇന്ത്യയിലെ ആണവ ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ സുരക്ഷയാണ് കൊടുത്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. സാധാരണ പൗരന്മാർ അതറിയേണ്ട കാര്യവുമില്ല. വളരെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാവൂ. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്കും പ്രസിഡൻറ്റിനുമൊക്കെ കൊടുക്കുന്നതിന് പോലത്തെ അത്രയും സുരക്ഷ അല്ലെങ്കിൽ കൂടി വളരെ ഗൗരവത്തിൽ ആണ് നമ്മൾ സുരക്ഷ കൊടുക്കുന്നത്. ഇറാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ആ 14 ആണവ ശാസ്ത്രജ്ഞരെയും ഇസ്രായേൽ വധിച്ചു. ഇത് വലിയ ഞെട്ടലുളവാക്കി. അതുകൂടാതെ അവർ ഈ 2 കനത്ത അടി കിട്ടിയതിന് പുറമെ അവരറിയുന്നു, ഈ ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ബ്ലോഗറായിട്ട് കൂടെ നടന്ന യുവതി കാതറിൻ എന്ന് പറയുന്ന യുവതി ഒരു മൊസാദിൻ്റെ ചാര വനിതയായിരുന്നു. ഈ ഖമനേയിയെ സംബന്ധിച്ചുള്ള എല്ലാ നീക്കങ്ങളും വളരെ കൃത്യമായിട്ട് ഇസ്രയേലിന് കൈമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം ഇറാൻ ഭരണകൂടം അറിയുന്നത് വൈകിയാണ്. ഈ കാതറിൻ സ്ഥലം വിട്ടതിന് ശേഷം, അവർ ഫ്രാൻസിൽ ജനിച്ച ഒരു ജൂത സ്ത്രീയാണ്. അവരുടെ മാതാപിതാക്കൾ ആരാണ്, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് വിവരങ്ങൾ പുറത്തു വന്നു. അവർ മാധ്യമപ്രവർത്തനം നടത്തിയിരുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ അവർ ഈ ഇസ്രയേലിന് വേണ്ടി ചാരപ്പണി ചെയ്തിരുന്നു എന്ന വിവരം ഇറാനെ ഞെട്ടിച്ചു. അതും ആയത്തുള്ള അലി ഖമനേയിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തയായ ഒരാളായി അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇവരെ വല്ലാണ്ട് ആശങ്കയിൽ ആക്കിയത്. അതുമാത്രമല്ല, ഈ യുദ്ധമുണ്ടായി അല്ലെങ്കിൽ ഈ സംഘർഷം ആരംഭിച്ചപ്പോൾ തന്നെ ആയത്തുള്ള അലി ഖമനേയിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒക്കെ അവർ ബങ്കറിലേക്ക് മാറ്റി, വലിയ സുരക്ഷ ഒരുക്കി. അതേസമയം ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡ്സ്, അതിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വധിക്കപ്പെടുമ്പോൾ ആ സ്ഥാനത്തേക്ക് പുതിയൊരാൾ വരുന്നു. ആ ആളും മണിക്കൂറുകൾക്കുള്ളിൽ വധിക്കപ്പെടുന്നു. ഇങ്ങനെ നിരന്തരം ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് ഈ ഇസ്രയേൽ ആഞ്ഞടിച്ചത്. ഇതിനെല്ലാം കാരണം വളരെ കൃത്യമായിട്ട് ഇറാനിൽ ഇസ്രയേലിൻ്റെ ചാരന്മാരുണ്ട്. അവർ നുഴഞ്ഞു കയറിയിരിക്കുന്നു തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ, അതുപോലെ ഭരണകൂടത്തിൻ്റെ ഉന്നത അധികാര ശ്രേണികളിൽ ഒക്കെ ഈ ഇസ്രയേലിൻ്റെ ചാരന്മാർ ഇറാൻ്റെ ഉള്ളിൽ കടന്നു കയറി എന്ന വിവരമാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ ചാരന്മാർ ഇറാനുള്ളിൽ നുഴഞ്ഞു കയറിയ ശേഷം ചെറിയ ചെറിയ വാഹനങ്ങളിൽ ഡ്രോണുകളും സ്ഫോടക വസ്തുക്കളും ഇറാനുള്ളിൽ എത്തിച്ചു. ആ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് അകത്തുനിന്ന് ഈ ഇറാനിലെ പല തന്ത്രപ്രധാന മേഖലകളും ഈ ആണവ കേന്ദ്രങ്ങളടക്കം ആക്രമിച്ചത്. മിസൈലുകൾ ഉപയോഗിച്ച് പുറത്തുനിന്ന് ആക്രമണം വരുന്നു, ഉള്ളിൽ നിന്ന് ഡ്രോണുകളും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളുമായിട്ട് വരുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് ഉള്ളിൽ നിന്നും ആക്രമണം നടന്നു. ഇറാൻ അന്തം വിട്ടുപോയി. എന്തു ചെയ്യണമെന്ന് ഇറാന് പെട്ടെന്ന് സ്ഥലകാല ബോധം നഷ്ടപ്പെടുക, ഈ സ്ഥലജല വിഭ്രാന്തി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇറാൻ അന്താളിച്ചു പോയി. എന്തു ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു തുടക്കത്തിൽ. അപ്പോഴത്തേക്കും അവരുടെ പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ മുതിർന്ന കമാൻഡർമാരും വധിക്കപ്പെട്ട് കഴിഞ്ഞു. ആകെ തകർന്നുപോയ ഇറാന് ഒരു എന്താ പറയുക, തലക്കേറ്റ പ്രഹരം, അതിൽ നിന്നൊന്ന് തല കുടഞ്ഞ് കണ്ണു തുറന്ന് വരാൻ കുറച്ച് സമയമെടുത്തു, ദിവസങ്ങളെടുത്തു. അങ്ങനെ ദിവസങ്ങളെടുത്ത് ശേഷമാണ് അവർക്ക് മനസ്സിലായത്
നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഇസ്രായേലിൻ്റെ ചാരന്മാർ നുഴഞ്ഞു കയറിയിരിക്കുകയാണ് എന്ന്. അങ്ങനെയാണ് അവർ ആ ചാരന്മാരെ കണ്ടെത്താൻ പരിശ്രമം ആരംഭിച്ചത്, അന്വേഷണം ആരംഭിച്ചത്. പലരെയും കണ്ടെത്തി, ചിലരെയൊക്കെ അവർ കണ്ടെത്തിയ ഉടൻ തന്നെ വിചാരണ ചെയ്ത് തൂക്കിലേറ്റി. തുടരെ അന്വേഷണങ്ങൾ നടക്കുകയാണ്. കൂടുതൽ ആൾക്കാർ, എന്തായാലും ഇത് 1, 2, 3 പേരൊന്നുമല്ല, വലിയൊരു സംഘം ചാരന്മാർ ഇറാനിൽ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇറാൻ ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ. കാരണം ഇസ്രായേലിന് അല്ല, അതോടൊപ്പം തന്നെ അത് വലിയ വിമർശനങ്ങൾക്കിടയാക്കില്ല. ഒന്നാമത് തന്നെ മതഭരണകൂടത്തിന് അടിമപ്പെട്ടാണ് അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നതെന്നും ആ രീതിയിൽ അറിയാമല്ലോ. സ്ത്രീകളുമായെല്ലാം ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകളാണ് ആ രാജ്യത്ത് അനുഭവിക്കുന്നത്. അത് ഇസ്രായേൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പറയുകയാണ്, നിങ്ങളെയല്ല ഞങ്ങൾ ആക്രമിക്കുന്നത് മതഭരണകൂടത്തിനെതിരെയാണ്. നിങ്ങൾ പുറത്തു വരും, നിങ്ങൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്യൂ എന്നാണ് ഇസ്രായേൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ ചാരന്മാർ ഇങ്ങനെ ചാരന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് ഇറാൻ തിരിച്ചറിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം, ഈ ഭരണകൂട ഭീകരത ഇറാനിലുണ്ട്. വലിയ തോതിൽ ഇവരെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. ആ അടിച്ചമർത്തൽ പ്രതിഷേധം ഉള്ളിൽ ഒതുക്കി കഴിയുന്ന ജനം തീർച്ചയായിട്ടും മറ്റു മാർഗങ്ങൾ നേടും, ബദൽ മാർഗങ്ങൾ തേടും. ആ ബദൽ മാർഗങ്ങൾ തേടിയതിൻ്റെ ഫലമാണ് ഇറാനെതിരായ ഇറാൻ്റെ ഭരണ നേതൃത്വത്തിനെതിരായ ഒരു ചാര ശൃംഖല ഉണ്ടായി വന്നതിന് കാരണം. തീർച്ചയായിട്ടും സ്വന്തം ജനങ്ങളെ, പ്രജകളെ ശത്രുക്കളാക്കി മാറ്റുന്ന ഏതൊരു ഭരണകൂടത്തിനും ഇതൊരു വെല്ലുവിളി തന്നെയാണ്. അവർ ശത്രുരാജ്യത്തിൻ്റെ ചാരശൃംഖലയുമായി ബന്ധപ്പെടും, ശത്രുരാജ്യത്തിന് വേണ്ടി അവർ പണിയെടുക്കും. ഇങ്ങനെ അതിക്രൂരന്മാരായ ഭരണാധികാരികളെ ഇല്ലായ്മ ചെയ്യാൻ അവർ ഏതു മാർഗവും സ്വീകരിക്കും. കാരണം അവർക്ക് പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ ഒന്നും അവസരം കിട്ടുന്നില്ല. സ്ത്രീകൾക്ക് ഈ ബുർഖ ധരിക്കാതെ വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. മതനിയമങ്ങളാണ്, മതകോടതികളാണ്. അവിടെ നമുക്കൊക്കെ ഇപ്പോൾ നമ്മളോട് ഉദ്യോഗസ്ഥരോ പോലീസുകാരോ രാഷ്ട്രീയക്കാരോ ഭരണാധികാരികളോ ഒക്കെ നമ്മളോട് അനീതി കാണിച്ചാൽ നമുക്കത് ചോദ്യം ചെയ്യാൻ ഒരു കോടതിയുണ്ട് ഈ നാട്ടിൽ. അവിടെ അതുപോലുമില്ല. അവിടെ മതകോടതികളാണ്, മതനിയമങ്ങളാണ് ഭരിക്കുന്നത്. അവിടെ സിവിലിയൻ നിയമങ്ങൾക്ക് ഒരു പ്രാധാന്യവുമില്ല, അതിനെ ഒന്നും വകവയ്ക്കുന്നതേയില്ല. കൃത്യമായിട്ടും മതനിയമങ്ങൾ മാത്രമാണ് അവർ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വലിയ തോതിൽ ഈ പൗരന്മാരെ ഭരണകൂടത്തിനെതിരാക്കി, ഭരണകൂടത്തിൻ്റെ ശത്രുവാക്കി മാറ്റാൻ കാരണമായി. അങ്ങനെ ശത്രുവായി മാറിയ പൗരന്മാരാണ് ഇസ്രായേലിനെ സഹായിച്ചത്, ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിനെ സഹായിച്ചത്. അതിലൂടെ അവർ വലിയ കനത്ത തിരിച്ചടി തന്നെയാണ് ഇറാന് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ ഇറാൻ്റെ നടുവൊടിഞ്ഞ അവസ്ഥയിലാണ്. തലയ്ക്കടിയേറ്റു, നടുവൊടിഞ്ഞു, എണീറ്റ് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണ് ഇറാൻ. അതിൻ്റെ കൂടെയാണ് ഈ രാജ്യത്ത് ഇത്രയധികം ചാരന്മാർ നമുക്കെതിരെ ഉണ്ട്, ഈ ഭരണകൂടത്തിനെതിരെ ഉണ്ട്. നമുക്കറിയാം, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്, ഒക്ടോബറിൽ പറഞ്ഞതാണ്, എനിക്ക് ഇസ്രായേലിന് നിങ്ങൾ സാധാരണ പൗരന്മാരോട് യാതൊരു ശത്രുതയും ഇല്ല, നിങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ മതപൗരോഹിത്യ ഭരണകൂടത്തെ ആണ് ഇല്ലായ്മ ചെയ്യേണ്ടത്, അത് ഞങ്ങൾ ചെയ്യും. അതൊരു സന്ദേശമാണ്. ഈ ഇറാനിലെ സാധാരണക്കാരായ പൗരന്മാർ, സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവർ തീർച്ചയായിട്ടും നെതന്യാഹുവിൻ്റെ വാക്കുകളെ മുഖവിലേക്കെടുക്കും, നെതന്യാഹുവിന് വേണ്ട പിന്തുണ കൊടുക്കും, വേണ്ട സഹായങ്ങൾ ചെയ്യും. ഇത് സ്വാഭാവികമാണ്. പക്ഷെ അത് തിരിച്ചറിയാൻ ഇറാൻ ഭരണകൂടം വളരെ വൈകി. ഏത് അടിച്ചമർത്തലും ഒരു പരിധി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും എന്നുള്ള സത്യം അവർ മനസ്സിലാക്കാൻ വളരെ വൈകിയിരിക്കുകയാണ്. ഇനി അത് മനസ്സിലാക്കിയാൽ തന്നെ എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അടിച്ചമർത്തൽ കൂടുതൽ ശക്തിപ്പെടുകയേ ഉള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇറാൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ചാരന്മാർ ആരൊക്കെയാണ് എന്ന് ഒരു പക്ഷേ കണ്ടറിഞ്ഞേക്കാം. കയ്യിൽ കിട്ടുന്നവരെ ഒന്നും ഇറാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.